അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്ത മോമിനികളെ, ഇന്ന് നിങ്ങളുടെ മുന്നുള്ള പലക്ക് പറയുകയോ ನಾನು ಸೆಲೆಕ್ಟ್ ಆಕಿಯ ವಿಷಯ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു മഹാ അനാചാര അതിനെതിരെ പലക്ക് പറയണുള്ളതായിട്ട് കിട്. അപ്പം എന്തിനും ചെന്നെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, നിങ്ങൾ ഏതെങ്കിലും ഒരു മഹാ അനാചാരത്തെ കണ്ടെങ്കിൽ, ഒരു മഹാ തപ്പുര നിങ്ങൾ കണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്താക്കണം, കൈ കൊണ്ട് തടയണം. അതൊക്കെ നിങ്ങളെ കൊണ്ടായില്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങൾ തടയണം. അതും നിങ്ങളെ കൊണ്ടായില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും തടയണം. ഇതും നിങ്ങളെ കൊണ്ടായില്ലെങ്കിൽ ഈമാൻ്റെ എന്തും നിങ്ങളിൽ ഇല്ലാണ്ട് നിങ്ങൾ അർത്ഥമാക്കുറുണ്ടു. അപ്പോൾ ഒരു തപ്പ് കാണുമ്പോൾ മനസ്സ് അതിക്ക് വിരുദ്ധ ഞങ്ങൾക്ക് പലക്ക് പറയുക ഞങ്ങൾക്ക് ആവണം. അപ്പോൾ അത് ഈമാൻ്റെ ഭാഗമായിട്ടിട്ട് അള്ളാഹു ഞങ്ങൾക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. പിരിസത്തെ മോമിനികളെ, തമ്മയിൽ കണ്ടതുപോലെ വിഷയം നിങ്ങൾക്ക് അർത്ഥമായിട്ടിക്കൂ. ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ കണ്ടുപണ്ടണിക്കത്തെ ഒരു വലിയ ഒരു അനാചാരമായിട്ടിട്ട് മങ്ങിലത്തെ നാളില് മങ്ങിലത്തെ അണ്ടത്തെ പുതിയ പെണ്ണ് അണ്ടത്തെ ലുഹുർ നിസ്കാര ഒരു കാരണമേ അല്ലാത്ത ഒരു പൊട്ടു കാരണം വെച്ചിട്ട് ലുഹുർ നിസ്കാര കഥ ആക്കി പോണ്ടേണ്ടുള്ളത്. ആറ് കഥ ആക്കറോ തെല്ലെങ്കിലും ഒരു ദീനി ബോധമുള്ള ഒരു കുടുംബത്തിലുള്ള പെണ്ണായെങ്കിൽ അണ്ടത്തെ ലുഹുർ നിസ്കാര കഥ ആക്കിയിട്ട് അസറിൻ്റെ ടൈമിൽ നിസ്കരിക്കരുത്. ഇനി ദീനി ബോധം തെല്ലും ഇല്ലെങ്കിൽ ലുഹുറും നിസ്കരിക്കില്ല, അസറും നിസ്കരിക്കില്ല, അതോടെ സൈഡ് ഇക്കട്ട്. 5 വക്ത് ഇമാമിനെ നേരെ ബാക്കിലേ നിൽക്കറ്, 5 വക്തും റവാത്തിബോട് കൂടി നിസ്കരിക്കര്. ഒരു ആചാര്യ മോള് പോലും അണ്ടത്തെ ലുഹുർ നിസ്കാര പുതിയ പെണ്ണായിട്ടുള്ള ഈ പെണ്ണ് ലുഹുർ നിസ്കാര കരുതി കൂട്ടി കഥ ആക്കറാള്. അതിക്ക് റീസൺ ചൊല്ലത് ഇട്ട മേക്കപ്പ് പോണ്ടല്ലേ, അല്ലെങ്കിൽ വലിയ വലിയ 50,000 40,000 30,000 ചട്ട, ഭയങ്കര വെയിറ്റുള്ള ചട്ട, അത് കൈമടക്കോ ആവില്ല, ഉളു എടുക്കോ കഷ്ടാവിടും. അതൊക്കെ വേണമായിട്ട് ഞങ്ങൾ നിസ്കാര ഇപ്പം നിസ്കരിക്കേണ്ട മോളു അസർ നിസ്കരിക്കാൻ ചെന്നിട്ട് ഭാരി നല്ല ഉപദേശം കൊടുക്കുന്ന ഇടയ്ക്കത്തെ ചില ഉമ്മമാറും സുബ്ഹാനല്ലാഹ് എത്ര നാത്ത പണികായിട്ടിക്കട് നിങ്ങളെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അർത്ഥാക്കണം. നിക്കാഹുണ്ടുള്ളത് അന്നിക്കാഹു മിൻ സുന്നത്തി, അത് നന്റെ സുന്നത്തിൽപ്പെട്ടത് ഉണ്ടായിട്ടിക്കട് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അപ്പൊ ഈ നിക്കാഹുണ്ടുള്ളത് ഒരു വലിയ ദാമ്പത്യ ജീവനത്തെ ഒരു ഗേട്ടായിട്ടിക്കട്. അപ്പൊ നിക്കാഹ് മജ്ലിസ് ചൊല്ലുമ്പോൾ ചമ്മ തങ്ങന്മാരും ഉസ്താദുമാരും മുത്താലിമീങ്ങളും സ്വാലിഹീങ്ങളെല്ലാം കൂടിയിട്ട് ആക്രതായിട്ടിക്കട്. അതെല്ലാം ആക്കിയിട്ട് അണ്ടത്തെ ലുഹുർ നിസ്കാരമേ കരുതി കൂട്ടി കഥ ആക്കിയെങ്കിൽ ആ മങ്ങിലാവർ അങ്ങനെ ദാമ്പത്യ ജീവനത്തിൽ എങ്ങനെ ബറക്കത്തിക്കൂ, എങ്ങനെ നെമ്മതിക്കൂ, എങ്ങനെ സന്തോഷിക്കൂ ഇക്കുക നമ്മൾ ആലോചിച്ച ആക്കണ വിഷയമല്ലേ ഇത്. എങ്ങനെ സ്വാലിഹും സ്വാലിഹത്തുകളുമായ മക്കൾ അങ്ങനെ കുടുംബത്തിൽ ജനിക്കൂ, ജനിച്ച മക്ക സ്വാലിഹി എങ്ങനെ ആവൂ ഒന്ന് ഞങ്ങൾ ആലോചനാക്കണ വിഷയമായിട്ടിക്കത്. പിരിസത്തെ മോമിനിങ്ങളെ, മുത്തുനബി ഞങ്ങൾക്ക് വലിയ ഒരു കാര്യമായിട്ടായിട്ടിക്കട് നിക്കാഹ് പഠിപ്പാട്ടിരെ. അണ്ടത്തെ നാളിലെ, അതായത് ദാമ്പത്യ ജീവനത്തെ ഫസ്റ്റത്തെ നാളിലെ നിസ്കാര കരുതി കൂട്ടിയിട്ട് ഞങ്ങൾ കഥ ആക്കിയിട്ട് ഇന്നെങ്കിൽ ഞങ്ങളെ ജീവനത്തിൽ ബറക്കത്തേ ഇക്കല ഞങ്ങൾ അർത്ഥാക്കി വെക്കണോ. ഇതിക്ക് സപ്പോർട്ടാക്കുന്ന ചില ഉമ്മമാരുള്ളാറ് എന്നും അത് നല്ല സപ്പോർട്ടല്ല. പിരിസത്തെ മോമിനിങ്ങളെ, നിങ്ങളെ മക്കളെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ഇല്ലാണ്ടാക്കുക നിങ്ങൾ സഹായിക്കുന്നതായിട്ട് ഇക്കറേണ്ടുള്ള ഒരു സത്യ നിങ്ങൾ അർത്ഥാക്കണോ. പിരിസത്തെ മോമിനിങ്ങളെ, അല്ലാഹു തആല നിങ്ങൾക്ക് തൻ്റെ നിഅമത്തായിട്ടിക്കട് ഈ മങ്ങിലാണ്ടുള്ളത് ഏതാ ഒരു ഭാഗത്തുള്ള ഒരു ആണ്, ഏതാ ഒരു ഭാഗത്തുള്ള ഒരു പെണ്ണ് ഇങ്ങ തമ്മിൽ അങ്ങനെ മനസ്സിൽ ഒരു യോജിപ്പ് അള്ളാഹു ഇട്ടത് കൊണ്ടല്ലേ ഈ പൊതു പൂർത്തിയായത്, ഈ പൊതു ഓക്കെ ആയത് കൊണ്ടല്ലേ ഈ നിക്കാഹ് മങ്ങിലാച്ചുള്ള ഈ ഒരു നാള് വന്നതും. അപ്പം അള്ളാഹു താല ഒരു വലിയ നിഅമത്ത് നിങ്ങൾക്ക് ആക്കി തന്നത് അള്ളാഹു ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് കരുതാ. പഠിച്ചോനെ നിക്കാഹ് ചൊല്ലെ ഈ ഒരു നല്ല നാളെ നിങ്ങൾക്ക് നീ എത്തുപാടി തന്നല്ലേ, ഇതുള്ള ഗിഫ്റ്റ് ഇതാ ഇന്നത്തെ ലുഹുർ നിസ്കാരം ഞാൻ ഇതാ നിസ്കരിച്ചിട്ടില്ല എന്ന് ചൊല്ലി അള്ളാഹു കൊടുക്കുന്നത്. ഭയങ്കരമായ ഒരു അനാചാരമായിട്ടിക്കട്. പൊട്ടു കാരണ എന്തോ മേക്കപ്പ് ഇട്ടേണ്ട. എന്ത് മേക്കപ്പ് മോളെ, ഈ മേക്കപ്പ് ഇടുക നിക്ക് മുഖത്തന്നെ പടച്ചറപ്പായിട്ടിക്കട് ചൊല്ലത് ലുഹുർ നിസ്കാര കഥ ആക്കണ്ടാണ്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്ക് തങ്ങളെ മുട്ട ജിബ്രീൽ വന്നിട്ട് ഒരു ആയത്ത് ഓതി കൊടുത്തു. ഈ ആയത്ത് കേട്ടിട്ട് മുത്തുനബി ഓതിട്ട് മുത്തുനബി ബുൾപുട്ട് പോയിത്ത്. അപ്പൊ സ്വഹാബത്തല്ല കേൾക്കാറ്, നബിയെ എന്ത് ബുൾപുട്രോ, എന്ത്ര ആയത്ത് ഇറങ്ങിത്ത് ജിബ്രീൽ വന്നിട്ട് എന്തൊരു ചുന്ത് നബിയായിട്ട് കേട്ടപ്പ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തൊരു ഉത്തരവുണ്ട് സ്വഹാബത്തെ. ജിബ്രീൽ ഓതി തന്ന ആയത്ത് ഇത്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത്ത വത്തബഉ ശഹവാത്ത്.
ഫസൗഫ യൽഖൗന ഗയ്യാ. നന്റെ സമുദായത്തിൽ ഒരു ടീം ബറകുണ്ടു, ഒരു കാല ബറകുണ്ടു. അണ്ടത്തെ കാലത്തിലുള്ള ആൾമാരുടെ അവസ്ഥ ചൊല്ല് എന്തോ മനസ്സിൽ തടി ഇച്ഛകൾ തടി ചൊല്ലത് ഇങ്ങനെ കേട്ടിട്ട് നിസ്കാരത്തെ ബെടക്കാക്കിറക്കത്തെ ആൾമാർ അങ്ങനെ പിന്നെ നരകത്ത് കിടകൊണ്ടു ചൊന്നിട്ടു. ഒരു ആയത്തിറങ്ങിയപ്പോൾ ഇത് കേട്ടിട്ടാകുമ്പോൾ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് സഹിക്കുക ആവാണ്ട് തങ്ങൾ ഉൾപ്പെട്ടുത്തു. അപ്പം ആ ഒരു ടീം തങ്ങൾ ഉൾപ്പെട്ട് ആരെ പേടിച്ചിട്ടാ ആ ഒരു ടീം ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എത്ര പേടിക്കൊണായതല്ലേ പിരിസത്തെ മൂമിനിങ്ങളെ. ഞാൻ ഇത് എതിർത്തിട്ട് ഇത്രയും പലക്ക് പറയോ? കാരണം ഞാനിപ്പോൾ പലക്ക് പറഞ്ഞത് കൊണ്ട് സമുദായം എല്ലാവരും ക്ലിയർ ആവുറാ, റെഡി ആവുറാറ്, നല്ല ആവുറാറുണ്ടാ എൻ്റെ വിചാരം അല്ല. നന്റെ പലക്ക കേൾക്കിற ഈ നിങ്ങളെ കൂട്ടത്തിൽ ഇതൊരു ഉമ്മ നന്റെ പലക്ക കേട്ടോണ്ടിന്നെങ്കിൽ ആ ഉമ്മ നിരിക്കണു എന്തോ ഈ ഉസ്താദ് ഇപ്പൊ ഈ ചൊന്ന ഒരു വിഷയ മങ്ങിൽ തണ്ട് പുതിയ പെണ്ണായിട്ട് അണ്ടത്തെ ലുഹുർ നിസ്കാര മേക്കപ്പ് ഡ്രസ്സിൻ്റെ കാരണം ഇല്ലാത്ത സബബ് ചൊന്നിട്ടു നിസ്കാര കളാക്കരുത്. ഈ ഒരു അവസ്ഥ നന്റെ മോലുക്ക് ബറവ് തീരാ ചൊന്നിട്ടു നിരിക്കിற ഒരു ഉമ്മ നന്റെ മുന്നിൽ ഇക്കൂണ്ടായിട്ട് കിടന്നാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നിരിക്കിற ഈ ഉസ്താദ് ഈ ചൊല്ലിട്ട ഒരു പെണ്ണ് നാണാവോ തീരാ ചൊന്തു ഇനി മങ്ങിലാവോ റെഡിയായോണ്ടുള്ള ഒരു പെണ്ണ് നിരിക്കിറങ്ങ് അതായിട്ടിക്കട നാ കൊതിച്ചോണ്ടുള്ളത്. അങ്ങനെ നിരിച്ചിട്ട് ലുഹുർ നിസ്കാര മങ്ങിൽ തണ്ട് ലുഹുർ ടൈമിലേ നിസ്കരിക്കണു. ഇപ്പെല്ലാം ഹാളിൽ മങ്ങിലാവരുത് കൊണ്ട് ഈ മങ്ങില അസർ 4:30 ഗಂಟೆಲ್ಲ ಅವರು ಹಾಲಿൽ ഇഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3:30 ಗಂಟೆ ಅವರು ಅವು തെത്തിട്ടാവുമ്പോൾ ചിലപ്പോൾ 4:30 ಗಂಟೆ ആവും. ലുഹുർ നിസ്കാര പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിട്ട് പിന്നെ നിസ്കരിக்கிறതായിട്ട് ഇക്കിടുക. അപ്പോൾ ഡ്രസ്സ് ഉണ്ടുള്ളത് ഒരു സബബല്ല പിരസത്തെ മൂമിനിങ്ങളെ. ദാമ്പത്യ ജീവനായിട്ടുള്ള ഒരു വലിയ ജീവനത്തെ ബറക്കത്ത് നഷ്ടപ്പെടുത്ത ഒരു പണി നഷ്ടപ്പെടുത്തിറണിക്കത്തെ ഒരു പണി ഞങ്ങളെ ഭാഗത്തിൽ ആവാണ്ട് ജാഗ്രതാക്കിറണിക്കത്തെ നല്ല മനസ്സുള്ള ഞങ്ങാവണോ. അപ്പം നന്റെ ഈ പലക്ക കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരി മങ്ങലത്തേക്ക് റെഡിയാവുറവൾ ഇന്നെങ്കിൽ അവളു നിരിക്കണോ നന്റെ മങ്ങിൽ തണ്ട് ഈ ഒരു ഗತಿ നക്ക് ബറಗುತ್ತೀರ. നന്റെ ദാമ്പത്യ ജീവന ബറക്കത്തുള്ളതാവണമെങ്കിൽ അണ്ടത്തെ നിസ്കാരം എല്ലാം ഞാൻ നിസ്കരിക്കണു ചൊന്ന് നിസ്കരിക്കുക തീരുമാനം എടുക്കരുത് ഒരു പെണ്ണായെങ്കിൽ അത് നക്ക് മൈ അത് നിരിച്ചിട്ടായിട്ട് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നോ. ഈ ഒരു അനാചാരത്തിക്ക് ഒരു ആംഗലമാരും സപ്പോർട്ടാക്കുക, ഒരു ഉമ്മമാരും സപ്പോർട്ടാക്കുക, ഒരാളും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ഭാരി ജോറ് നടന്നുകൊണ്ടുണ്ടോ ആരായാലും ശരി നന്റെ പെങ്ങള് നന്റെ മൂത്തോന്റെ മോളു നന്റെ മൂത്തോന്റെ മോളു ആറും ഈ ഒരു അനാചാരത്തിൽ ഈ അനാചാരത്തിൽ മുഴുങ്ങിത്ത് നിസ്കാര കലാക്രണിക്കത്തൊരു അവസ്ഥ ബറവ് തീരാച്ചൊന്ന് തീരുമാനം എടുக்கிறങ്ങ അങ്ങനെ നിരിக்கிறങ്ങ ഞങ്ങൾ ആവണു. അള്ളാഹു തൗഫീഖ് തരട്ട്. നിസ്കാരത്തെ വിഷയത്തിൽ ശ്രദ്ധിക്കുള്ള ഈമാൻ ഞങ്ങൾക്ക് അള്ളാഹു തരട്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.